ഹലോ ഫ്രണ്ട്സ്, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. അതോടൊപ്പം സന്തോഷമായിട്ടും ഇരിക്കുന്നു എന്ന് ആഗ്രഹിക്കുന്നു. ഞാനിന്ന് വന്നേക്കുന്നത് കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കി തരാനായിട്ടാണ്. നമുക്കറിയാം, ഇന്ന് സോഷ്യൽ മീഡിയയിൽ കൗൺസിലിംഗ് സംബന്ധമായിട്ട് കുറേയധികം പ്രശ്നങ്ങൾ വന്നിട്ടുണ്ട്. അപ്പം അതെന്താണ് കൗൺസിലിംഗ്, എന്താണ്, അതെങ്ങനെയാണ് നടക്കുന്നത് അല്ലെങ്കിൽ നടത്തുന്നത് എന്നതിനെക്കുറിച്ച് വ്യക്തമായ ഒരു ധാരണ ആർക്കും ഇല്ലാത്തതിനാലാണ്. ആർക്കും എന്ന് വെച്ചാൽ ജനറൽ പബ്ലിക്കിന് ഇല്ലാത്തതിനാലാണ് അവർ പല പ്രശ്നങ്ങളിലും ഇടപെടുന്നതും അതുപോലെ തന്നെ പല പ്രശ്നങ്ങളിലേക്ക് എടുത്തു ചാടുന്നതും ഒക്കെ. അപ്പോൾ അതിനെക്കുറിച്ച് ഏകദേശം ഒരു ധാരണ നിങ്ങളിലേക്ക് എത്തിച്ചു തരാനായിട്ടാണ് ഞാൻ ഈ വീഡിയോ കൂടെ ആഗ്രഹിക്കുന്നത്. അപ്പം എന്താണ് കൗൺസിലിംഗ്? കൗൺസിലിംഗ് എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തിയുടെ വിവിധ പ്രശ്നങ്ങളെ ഒരു കൗൺസിലറുടെ സഹായത്തോടു കൂടി ആ വ്യക്തിയെ തന്നെ മാറ്റിയെടുക്കുക എന്നാണ്. കാരണം നമ്മളൊരു വ്യക്തിയുടെ പ്രശ്നങ്ങളെക്കുറിച്ച് പഠിക്കുമ്പോൾ ആ വ്യക്തിയുടെ പ്രശ്നങ്ങളെക്കുറിച്ച് അവർ പറയുന്ന ഒരു ധാരണ മാത്രമേ ഒരു കൗൺസിലർക്കുള്ളൂ. ആ വ്യക്തിയാണ് ഒരു പ്രത്യേക സാഹചര്യത്തിൽ ജീവിക്കുന്നതും അതുമൂലമുള്ള പ്രശ്നങ്ങൾ അനുഭവിക്കുന്നതും അതിൻ്റെ ഇൻറ്റൻസിറ്റി എന്താണെന്ന് അറിയുന്നതുമൊക്കെ ആ വ്യക്തി മാത്രമാണ്. അല്ലാതെ ഒരു ഡോക്ടർക്കോ ഒരു കൗൺസിലർക്കോ അല്ലെങ്കിൽ മറ്റാർക്കും ആ വ്യക്തിയുടെ ശരിയായ പ്രശ്നങ്ങളെക്കുറിച്ച് അടുത്തറിയാനായിട്ട് സാധിക്കില്ല. കാരണം അവരാണ് അതിൻ്റെ ഒരു പ്രശ്നത്തിലൂടെ കടന്നുപോയി അതിൻ്റെ എല്ലാവിധ സ്ട്രെസ്ഫുള്ളായിട്ടുള്ള സിറ്റുവേഷനും അല്ലെങ്കിൽ അപകടകരമായ പല വിധത്തിലുള്ള പ്രശ്നങ്ങൾ തരണം ചെയ്യേണ്ടിയിരിക്കുന്നത്. അപ്പം കൗൺസിലറുടെ ഒരു റോളെന്ന് പറഞ്ഞാൽ ഒരു കാറ്റലിസ്റ്റ് പോലെയാണ്. അതായത് അവർ ഈ വ്യക്തിയിലൂടെ കാര്യങ്ങൾ അറിയുകയും അവർക്ക് ആ വ്യക്തിക്ക്, അതായത് ഈ പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന ആ വ്യക്തിക്ക് ഏത് രീതിയിലാണ് ആ പ്രശ്നത്തിൽ നിന്ന് പുറത്തു വരാനായിട്ട് സാധിക്കുന്നതെന്ന് ആ വ്യക്തിയിലൂടെ തന്നെ അറിഞ്ഞ് അവർക്ക് അതിനുള്ള സജഷൻസ് കൊടുക്കുകയാണ് ചെയ്യുന്നത്. കാരണം നമുക്കെല്ലാവർക്കും അറിയാം, എല്ലാ വ്യക്തിക്കും ഏത് പ്രശ്നവും പരിഹരിക്കാനുള്ള ഒരു ആത്മബലവും അതുപോലെ തന്നെ അതിനുള്ള കഴിവും കപ്പാസിറ്റിയും ഒക്കെ നമുക്ക് ഓരോ മനുഷ്യൻ്റെ ഉള്ളിലുണ്ട്. പക്ഷേ അത് നമുക്ക് സ്വയം അറിഞ്ഞ് പ്രവർത്തിക്കാൻ ചില സാഹചര്യത്തിൽ സാധിക്കത്തില്ല. കാരണം അവരുടെ ഇമോഷണൽ ഇഷ്യൂസ് ഉണ്ടായിരിക്കാം, അല്ലെങ്കിൽ അവർക്ക് ഒരു ഇൻ്റലക്ച്വൽ കപ്പാസിറ്റി ചില രീതിയിൽ ചിലർക്ക് കുറവായിരിക്കാം, ചില കാറ്റഗറിയിലുള്ള ആൾക്കാർക്ക് മാത്രം. അല്ലെങ്കിൽ മറ്റു ചില പ്രശ്നങ്ങളിലൂടെ സ്ട്രെസ്ഫുള്ളായിട്ടുള്ള സിറ്റുവേഷനിൽ ശരിയായ ഒരു ഡിസിഷൻ മേക്കിംഗ് കപ്പാസിറ്റി ചില സാഹചര്യങ്ങൾ ഉണ്ടായെന്ന് വരില്ല. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ ഒരു കൗൺസിലർ അവരുടെ മനസ്സിനെ ശരിയായ രീതിയിൽ ഉദ്ബോധിപ്പിച്ച് അവർക്ക് വേണ്ട ഒരു സാഹചര്യം ഉണ്ടാക്കി കൊടുക്കുകയാണ്. അവർക്ക് ശരിയായ ഒരു ഡിസിഷൻ അവരുടെ ആ സ്ട്രെസ്ഫുള്ളായിട്ടുള്ള സിറ്റുവേഷൻ അല്ലെങ്കിൽ അപകടകരമായ ഒരു സാഹചര്യത്തിൽ നിന്ന് പുറത്തു വരാനായിട്ട്. അപ്പോൾ ആ ഒരു രീതിയിൽ കൗൺസിലർ എപ്പോഴും സഹായിക്കുക മാത്രമാണ് ചെയ്യുന്നത്, ഒരു കാറ്റലിസ്റ്റ് എന്ന നിലയിൽ. അല്ലാതെ അവരുടെ പ്രശ്നങ്ങൾ നേരിട്ട് ഇന്ന് പരിഹരിക്കുകയോ അങ്ങനെയൊന്നും ചെയ്യാനായിട്ട് സാധിക്കത്തില്ല. കാരണം അതുപോലെ തന്നെ ഒരാളുടെ ബിഹേവിയർ, അത് ഏത് രീതിയിലുള്ള ബിഹേവിയർ ആയിക്കോട്ടെ, അതിനെ നമുക്ക് ഒരു പരിധി വരേക്ക് മാത്രമേ മോഡിഫൈ ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. കാരണം ഒരാളുടെ ബിഹേവിയർ മോഡിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഒരു ലോങ് പ്രോസസ്സാണ്. അത് ഉടനെ ഒന്നും നമുക്ക് ചെയ്ത് തീർക്കാനോ അവരെ പെട്ടെന്ന് മാറ്റിയെടുക്കാനോ സാധിക്കുകയില്ല. അപ്പോൾ അല്ലെങ്കിൽ ഒരാളുടെ കുടുംബത്തിലുള്ള പ്രശ്നങ്ങൾ, കുടുംബങ്ങളുടേതായിട്ടുള്ള ഒരു അഡ്ജസ്റ്റ്മെൻ്റൽ ഇഷ്യൂസ്, അല്ലെങ്കിൽ ആ ഒരു സാഹചര്യം അത് ഒരു വൾനറബിൾ സിറ്റുവേഷനിലായിരിക്കുമ്പോൾ അവരെ മനസ്സിന് കൂടുതൽ ഒരു ഇതിലേക്ക് എത്തിച്ചു കൊടുക്കാതെ, മനസ്സിന് കൂടുതൽ പ്രശ്നങ്ങളിൽ നിന്ന് മാറ്റി അവർക്കൊരു അവരുടെ മനസ്സിൽ നിന്നോട് ബൂസ്റ്റ് ചെയ്ത് അതൊരു കോൺഫിഡൻസ് ലെവലിൽ ബൂസ്റ്റപ്പ് ചെയ്തുകൊണ്ട് അവരെ ആ ഒരു സാഹചര്യത്തിൽ എങ്ങനെ നിന്ന് ആ പ്രശ്നങ്ങളെ തരണം ചെയ്തെടുക്കാവുന്നതാണ് ഒരു കൗൺസിലർ അവരെ ഹെൽപ്പ് ചെയ്യുന്നത്. അപ്പം അതോടൊപ്പം തന്നെ നമുക്കറിയാം ഏതൊക്കെ രീതിയിലുള്ള കൗൺസിലിംഗ് എവിടേക്കാണ് കൊടുക്കുന്നതെന്ന്. സാധാരണ നമ്മൾ കുട്ടികൾ ഉൾപ്പെടെ, അതായത് വൃദ്ധരായ ജനങ്ങൾ വരെ നമ്മൾ നോക്കുമ്പോഴത്തേക്കും പല കാറ്റഗറിയിലുള്ള ആൾക്കാരാണ്. പല ഏജ് ഡിഫറൻസ് അനുസരിച്ച്, അല്ലെങ്കിൽ മെയിൽ ഫീമെയിൽ ഡിഫറൻസ്, അതിനകത്ത് തന്നെ പല വ്യത്യസ്തമായ കാറ്റഗറീസ് ഉണ്ടായിരിക്കും. എക്കണോമിക് കാറ്റഗറി വ്യത്യസ്തമായിരിക്കും, അല്ലെങ്കിൽ അവരുടെ റോൾ, സോഷ്യൽ റോൾ എന്ന് പറയും. അതായത് മകന്, മകള്, ഭാര്യ, ഭർത്താവ്, അച്ഛൻ, അമ്മ, അങ്ങനെ, അല്ലെങ്കിൽ മദറിൻലോ, ഫാദറിൻലോ, അങ്ങനെ, അല്ലെങ്കിൽ സിസ്റ്ററിൻലോ, അങ്ങനെ പല റോളുകൾ ഒരു വ്യക്തി കൈകാര്യം ചെയ്യണം.
അതോടൊപ്പം തന്നെ അവർക്ക് ജോലി സംബന്ധമായ പല റോളുകളും കൈകാര്യം ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ റോളുകളെല്ലാം ഒരേ രീതിയിൽ കൊണ്ടുപോവുകയും അപ്പം പല ടൈം മാനേജ്മെൻറ്റ് അവർക്കില്ലാത്തതിനാലും അതുപോലെ ജോലിയിലുള്ള സ്ട്രെസ് മൂലം അല്ലെങ്കിൽ വീടുകളിലെ കുട്ടികളുടെ പഠനത്തിലുള്ള പ്രശ്നങ്ങൾ മൂലം ഒരുപാട് ഇഷ്യൂസ് ഉണ്ടാകും. ഇതെല്ലാം ഒന്നിച്ചവർക്ക് കൊണ്ടുപോകാൻ ചില പ്രശ്നങ്ങളുണ്ടാകും. അപ്പോൾ അവർക്കൊരു മാനസികമായ ഒരു സ്ട്രെസ്ഫുൾ സിറ്റുവേഷൻ ആകുകയും അവർക്ക് ശരിയായ ഒരു ഡിസിഷൻ മേക്കിംഗ് കപ്പാസിറ്റി ഉണ്ടാകാതിരിക്കുകയും അല്ലെങ്കിൽ സ്ത്രീകളെ സംബന്ധിച്ചാണെങ്കിൽ ഇമോഷണലി അവർ ഔട്ട് ബസ്റ്റ് ആവുകയും ഒക്കെ ചെയ്യാനായിട്ടുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ നമ്മൾ അവരുടെ ശരിയായ സിറ്റുവേഷൻ അവരിൽ കൂടെ തന്നെ അറിഞ്ഞ്, ഒരു കൗൺസിലർ എന്ന നിലയിൽ അവരിൽ കൂടെ തന്നെ അറിഞ്ഞ് അവർക്ക് അതിനുള്ള ഒരു സൊല്യൂഷൻ നമ്മൾ സജസ്റ്റ് ചെയ്യുകയാണ് ആസ് എ കൗൺസിലർ. അപ്പം അതനുസരിച്ച് അവർക്ക് ശരിയായ ഡിസിഷൻ എടുക്കാനായിട്ട് അവരുടെ മൈൻഡിനെ ഒന്ന് ബൂസ്റ്റ് ചെയ്ത് സെൽഫ് കോൺഫിഡൻസ് ഇമ്പ്രൂവ് ചെയ്യുകയാണ് ചെയ്യുന്നത് സാധാരണ കൗൺസിലേഴ്സ്. അപ്പോൾ ഞാൻ പറഞ്ഞു, വ്യത്യസ്തമായ സാഹചര്യങ്ങളിൽ വ്യത്യസ്തമായ റോളുകൾ കൈകാര്യം ചെയ്യുന്ന വ്യക്തികളുണ്ടായിരിക്കും. അപ്പോൾ ഇവർക്ക് എല്ലാവർക്കും ഒരേ രീതിയിലുള്ള പ്രശ്നപരിഹാരങ്ങളായിരിക്കില്ല ചെയ്യുന്നത്, വ്യത്യസ്തമായ പ്രശ്നപരിഹാരങ്ങളായിരിക്കും ചെയ്യുന്നത്. അതായത് അവരുടെ റോൾ അനുസരിച്ചും അതുപോലെ തന്നെ അവരുടെ ജീവിത സാഹചര്യങ്ങളനുസരിച്ചുമൊക്കെ വ്യത്യസ്തമായ സൊല്യൂഷൻ ആയിരിക്കും നമ്മൾ കൊടുക്കേണ്ടത്. അതെപ്പോഴും ഒരു പ്രൊഫഷണൽ കൗൺസിലർക്ക് മാത്രമേ അത് സാധിക്കുകയുള്ളൂ. കാരണം പ്രൊഫഷണൽ കൗൺസിലേഴ്സ് എന്ന് പറഞ്ഞാൽ ഒന്നുകിൽ കൗൺസിലിംഗ് സൈക്കോളജി അല്ലെങ്കിൽ സൈക്കോളജിസ്റ്റ്, സോഷ്യൽ വർക്കേഴ്സ്, അങ്ങനെ അവർ പോസ്റ്റ് ഗ്രാജുവേഷൻ 2 years കൗൺസിലിങ്ങും അതുപോലെ സംബന്ധമായ സോഷ്യൽ വെൽഫെയറും സോഷ്യൽ വർക്കും അങ്ങനെ എല്ലാം പഠിച്ച് സൈക്കോളജിസ്റ്റും അല്ലെങ്കിൽ മനഃശാസ്ത്രജ്ഞന്മാർ, സൈക്യാട്രിസ്റ്റ്, അവരെല്ലാം ഈ പ്രത്യേക മേഖലയിൽ ആഴമായി പഠിച്ചതിന് ശേഷം മാത്രമാണ് ഇത് ചെയ്യുന്നത്. അപ്പം നമുക്ക് ഇന്നത്തെ കാലത്തറിയാം, ഒരുപാട് പേര് കൗൺസിലിംഗ് നടത്തുന്നു, അല്ലെങ്കിൽ സോഷ്യൽ വെൽഫെയർ ചെയ്യുന്നു, സോഷ്യൽ വർക്ക് ചെയ്യുന്നു, അങ്ങനെയൊക്കെ പറയും. ഇവരെല്ലാം പ്രൊഫഷണലി ക്വാളിഫൈഡ് ആയിട്ടുള്ള വ്യക്തികളായിരിക്കത്തില്ല. അതുപോലെ തന്നെ ഇവരൊക്കെ ചില രീതിയിൽ ഒരു ബെയർ ഫ്രൂട്ട് കൗൺസിലേഴ്സ് ആയിരിക്കും, അല്ലെങ്കിൽ ഒരു മോട്ടിവേഷൻ സ്പീക്കേഴ്സ് ആയിരിക്കും, അല്ലെങ്കിൽ മറ്റേതെങ്കിലും രീതിയിൽ ഉപദേശിച്ച് നേരെയാക്കാൻ പറ്റും, അല്ലെങ്കിൽ അവർക്ക് കുറച്ച് വാക്ചാതുര്യമൊക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ അതനുസരിച്ചായിരിക്കും അവർ മറ്റുള്ള ആൾക്കാരെ ഇൻഫ്ലുവൻസേഴ്സ് ആയിരിക്കും. അപ്പം ഈ വ്യക്തികൾക്ക് ഒരു പ്രോബ്ലം അനുഭവിക്കുന്ന അല്ലെങ്കിൽ പ്രോബ്ലത്തിലകപ്പെട്ട ഒരു വ്യക്തിയുടെ മാനസിക ബുദ്ധിമുട്ടുകളെക്കുറിച്ചോ അല്ലെങ്കിൽ അവരുടെ ജീവിത സാഹചര്യങ്ങളെക്കുറിച്ചോ അല്ലെങ്കിൽ അവരനുഭവിക്കുന്ന സ്ട്രെസ്ഫുള്ളായിട്ടുള്ള സിറ്റുവേഷനെക്കുറിച്ചോ മാനസികമായ പ്രശ്നങ്ങളെക്കുറിച്ചോ ഒന്നും വ്യക്തമായി അപഗ്രഥിച്ച് അതിൻ്റെ ശരിയായ സൊല്യൂഷൻ കൊടുക്കാനായിട്ടുള്ളൊരു പ്രാപ്തിയില്ല. കാരണം അവർ സയൻറ്റിഫിക്കലി അത് പഠിച്ചവരല്ല. അപ്പം അങ്ങനെ ശരിയായ രീതിയിൽ പഠിച്ചവരെ മാത്രമേ നമ്മൾ എപ്പോഴും അപ്രോച്ച് ചെയ്യാവുള്ളൂ. കാരണം ഈ ഒരു സാധാരണ ഒരു ബെയർ ഫുഡ് കൗൺസിലേഴ്സ് അല്ലെങ്കിൽ ഈ പറഞ്ഞ മോട്ടിവേഷൻ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും രീതിയിലുള്ള ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ആൾക്കാർ ഒരു വ്യക്തിയുടെ ജീവിത പ്രശ്നങ്ങളെക്കുറിച്ച് സംസാരിക്കുമ്പോൾ തന്നെ ഈ പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന വ്യക്തി അയാളുടെ എല്ലാ പ്രശ്നങ്ങളും പുറത്ത് പറയും. അപ്പോൾ അത് വീണ്ടും ഒരു സ്ട്രെസ്ഫുള്ളായിട്ടുള്ളൊരു സിറ്റുവേഷനാണ്. അപ്പം ആ വ്യക്തിയുടെ മനസ്സിൻ്റെ അടിത്തട്ടിൽ ഒരു കാലത്ത് അനുഭവിച്ച പ്രശ്നങ്ങളോ അല്ലെങ്കിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങളോ ഒക്കെ വീണ്ടും ഷെയർ ചെയ്യുമ്പോൾ അവരുടെ തോട്ട് പ്രോസസ്സിലേക്ക് വീണ്ടും ആ ഒരു പ്രശ്നങ്ങളെക്കുറിച്ചും അതിനുള്ള ചിന്താ ശക്തിയൊക്കെ ആയിരിക്കും പുറത്തു വരുന്നത്. അപ്പോൾ അതിനെ ശരിയായ രീതിയിൽ അപഗ്രഥിച്ച് അതിനുള്ള ഒരു സൊല്യൂഷൻ കൊടുക്കാനായിട്ട് ഈ സാധാരണ ആൾക്കാർക്ക്, അതായത് പ്രൊഫഷണലി ക്വാളിഫൈഡ് അല്ലാത്ത വ്യക്തികൾക്ക് സാധിക്കില്ല. കാരണം ഒരു വ്യക്തിയുടെ മനസ്സെന്ന് പറഞ്ഞാൽ വളരെ നിഗൂഢമായ ഒരു കാര്യമാണ്. ആ ഒരു പ്രശ്നങ്ങൾ ഏതൊക്കെ രീതിയിൽ ഏതൊക്കെ മാനസിക പ്രശ്നങ്ങളിലൂടെ ആ വ്യക്തി പോകുന്നതെന്നും അതിൻ്റെ ഇൻറ്റൻസിറ്റി എന്താണെന്നും അതിൻ്റെ സൊല്യൂഷനായിട്ടുള്ള തെറാപ്യൂട്ടിക് ടെക്നിക്കുകൾ എന്താണെന്നും സാധാരണ ഒരു വ്യക്തിക്ക് അറിയില്ല. അത് പ്രൊഫഷണലി പ്രാക്ടീസ്ഡ് ആയിട്ടുള്ള കൗൺസിലർക്കും അതുപോലെ അതിനെക്കുറിച്ച് ശരിയായ രീതിയിൽ പഠിച്ച ഒരു വ്യക്തിക്ക് മാത്രമേ അതിനെക്കുറിച്ച് ശരിയായ രീതിയിൽ കൗൺസിലിംഗ് ചെയ്ത് അവരുടെ മാനസിക നില വീണ്ടെടുക്കാനും അവരുടെ പ്രശ്നങ്ങൾക്ക് സൊല്യൂഷൻ ഉണ്ടാക്കാനും സാധിക്കത്തുള്ളൂ. അപ്പോൾ ഇങ്ങനെ സൊല്യൂഷൻ ഉണ്ടാക്കിയെടുത്ത് ആ വ്യക്തി ഒരു രീതിയിൽ പ്രശ്നങ്ങൾ പരിഹാരത്തിലേക്ക് എത്തിച്ച് അവരെ ഒരു നോർമൽ ലൈഫിലേക്ക് നയിക്കുകയാണ് ഒരു കൗൺസിലർ ചെയ്യുന്നത്. പക്ഷേ സാധാരണ ബെയർ ഫുഡ് കൗൺസിലേഴ്സ് അല്ലെങ്കിൽ സാധാരണ വ്യക്തികൾ, ക്വാളിഫൈഡ് അല്ലാത്ത വ്യക്തികൾ ചെയ്യുമ്പോൾ
ഈ പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുന്ന വ്യക്തി അതിൻ്റെ മൂർധന്യത്തിലേക്ക് എത്തുകയും ആ പ്രശ്നത്തിൻ്റെ വളരെ ഒരു സൊല്യൂഷൻ ഇല്ലാത്തൊരവസ്ഥയിലേക്ക് എത്തിക്കും. ചിലപ്പോൾ ആത്മഹത്യയിലേക്ക് വരെ നീണ്ടുപോകാനായിട്ടുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതാണ് വേറൊരു പ്രശ്നം. അപ്പം അതുകൊണ്ട് സാധാരണക്കാരായ ആൾക്കാർ അവർക്കറിയില്ലായിരിക്കും എവിടെയൊക്കെയാണ് ഇങ്ങനെ ഒരു കൗൺസിലിംഗ് പ്രൊവിഷൻ ഉള്ളത് എന്നുള്ളത്. അല്ലെങ്കിൽ സാധാരണ ഒരു സൈക്കോളജിസ്റ്റിൻ്റെ അടുത്ത് പോകുമ്പോഴോ അല്ലെങ്കിൽ ഒരു സോഷ്യൽ വർക്കേഴ്സിൻ്റെ അടുത്തോ അല്ലെങ്കിൽ കൗൺസിലേഴ്സിൻ്റെ അടുത്തോ ക്ലിനിക്കൽ കൗൺസിലേഴ്സിൻ്റെ അടുത്തോ ഒക്കെ പോകുമ്പോൾ അവരുടെ വിചാരം ഒരു മാനസികമായ പ്രശ്നങ്ങളുള്ള വ്യക്തിയാണെന്ന് മുദ്ര കുത്തപ്പെടുമെന്നുള്ളതാണ് ഒരു പേടി. അപ്പോൾ അങ്ങനെയൊന്നുമില്ല. നമുക്ക് ഏറ്റവും ആവശ്യമായിട്ട് വേണ്ടുന്ന ഒരു കാര്യമാണ് നമ്മുടെ മാനസികാരോഗ്യം അല്ലെങ്കിൽ സൈക്കോളജിക്കൽ വെൽബീയിങ് എന്ന് പറയുന്നത്. അപ്പോൾ അത് നമ്മൾ നേടിയെടുക്കേണ്ടത് ശരിയായ അറിവുള്ള വ്യക്തികളിൽ നിന്ന് മാത്രമാണ്. അല്ലാതെ സാധാരണ നമ്മുടെ കൂട്ടുകാരോട് ഷെയർ ചെയ്യുകയോ അല്ലെങ്കിൽ നമ്മുടെ പേരൻസിനോട് ഷെയർ ചെയ്താലോ അല്ലെങ്കിൽ നമ്മുടെ അറിവില്ലാത്ത വ്യക്തികളുമായിട്ട് ഷെയർ ചെയ്യുമ്പം ഈ ഒരു പ്രശ്നത്തിന് പരിഹാരം കിട്ടുന്നതിനേക്കാൾ ഉപരി ആ പ്രശ്നം വളരെ പരിഹരിക്കാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് എത്തുകയാണ് സാധാരണ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ ഏതൊക്കെ ഒരു പ്രശ്നം വന്നാലും അതിനെ പൂർണ്ണമായ നല്ലൊരു സൊല്യൂഷനിലേക്ക് എത്തണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ പ്രൊഫഷണൽസിനെ കണ്ടാൽ മാത്രമേ സാധിക്കുള്ളൂ. നമുക്കറിയാം, നമ്മൾ ഏതെങ്കിലും രോഗം വന്ന് നമ്മളതിൻ്റെ സ്പെഷ്യലിസ്റ്റിനെയാണ് കാണുന്നത്. അല്ലാതെ സാധാരണ വെറുതെ ഒരു ക്വാക്കിനോ അല്ലെങ്കിൽ അങ്ങനെയുള്ളവരൊന്നും അല്ല. ഇതിപ്പം നമ്മൾ സാധാരണ കൗൺസിലിംഗ് അല്ലെങ്കിൽ നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട മാനസിക നില കൈകാര്യം ചെയ്യേണ്ടത് അല്ലെങ്കിൽ മാനസിക ആരോഗ്യം നമ്മൾ നേടിയെടുക്കേണ്ടത് നമ്മൾ അറിവില്ലാത്തൊരു വ്യക്തിയിൽ നിന്നല്ല, അതിനെക്കുറിച്ച് കൂടുതലായി പഠിച്ച് അപഗ്രഥിച്ച് അതിൻ്റെ പ്രശ്നപരിഹാരത്തിന് ഉതകുന്ന ഒരു വ്യക്തിയിൽ കൂടിയാണ്. അപ്പോൾ അതെല്ലാവരും മനസ്സിലാക്കിയിരിക്കുക. അതുകൊണ്ട് എന്ത് പ്രശ്നങ്ങളായിട്ട്, അത് മാരിറ്റൽ പ്രോബ്ലംസ് ആകട്ടെ, ഫാമിലി ഇഷ്യൂസ് ആകട്ടെ, എഡ്യൂക്കേഷണൽ ഇഷ്യൂസ് ആവട്ടെ, അല്ലെങ്കിൽ ചിൽഡ്രൻസിൻ്റെ ബിഹേവിയറൽ ഇഷ്യൂസ് ആകട്ടെ, അല്ലെങ്കിൽ അഡിക്ഷൻ റിലേറ്റഡ് ആകട്ടെ, അങ്ങനെ എന്ത് രീതിയിലുള്ള പ്രശ്നങ്ങളാണെങ്കിലും അത് ആരോഗ്യത്തിൻ്റേതാകാം, സാമൂഹികമാകാം, എക്കണോമിക് പ്രശ്നങ്ങളാകാം, ഇതെന്തൊക്കെയാണെങ്കിൽ പോലും അതിന് എപ്പോഴും ക്വാളിഫൈഡ് ആയിട്ടുള്ള ഒരു കൗൺസിലറെ മാത്രമേ നമ്മൾ അപ്രോച്ച് ചെയ്യാവുള്ളൂ. അല്ലാതെ ഒരു സാധാരണ വ്യക്തിയെ അപ്രോച്ച് ചെയ്ത് നമ്മുടെ പ്രശ്നങ്ങളെല്ലാം എടുത്ത് വെച്ച് കുറച്ച് കഴിയുമ്പോൾ അവർ ചിലപ്പോൾ മറ്റുള്ളവരായിട്ട് അത് ഷെയർ ചെയ്ത് തന്നിരിക്കും. നമ്മുടെ പേഴ്സണൽ ഇൻഫർമേഷൻ ഷെയർ ചെയ്യുന്നത് വളരെ തെറ്റായ ഒരു കാര്യമാണ്. കാരണം ഈ സാധാരണ വ്യക്തിക്ക് ഒരിക്കലും ആ കോൺഫിഡൻഷ്യാലിറ്റി മെയിൻറ്റെയിൻ ചെയ്യാനോ അതിനെ അതിൻ്റേതായ രീതിയിൽ പ്രശ്നപരിഹാരം ചെയ്യാനോ സാധിക്കുകയില്ല, അറിവില്ല. കാരണം അവർക്ക് ശരിയായ രീതിയിലുള്ള ധാരണയോ അറിവോ അതിനെക്കുറിച്ച് വ്യക്തമായ പഠന സാഹചര്യങ്ങളോ ഒന്നും ഇല്ലാത്തത് കൊണ്ടാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മളുടെ മാനസികാരോഗ്യം സംരക്ഷിക്കേണ്ടത് നമ്മുടെ അവസ്ഥയാണ്, നമ്മുടെ ആവശ്യമാണെന്നും അതുപോലെ തന്നെ നമ്മുടെ മൂല്യങ്ങളെ കാത്തു സൂക്ഷിക്കേണ്ടത് നമ്മൾ മാത്രമാണെന്നും അതിൻ്റെ ശരിയായ പ്രശ്നപരിഹാരത്തിലേക്ക് എത്തേണ്ടത് നമ്മൾക്ക് ശരിയായ ഒരു സൊല്യൂഷൻ കിട്ടേണ്ടത് നമ്മുടെ ആവശ്യമാണെന്ന് മനസ്സിലാക്കുക. അതുകൊണ്ട് എല്ലാ സാധാരണ വ്യക്തികളും എന്തൊക്കെ പ്രശ്നങ്ങൾ നമുക്കുണ്ടായാലും അതിനെ പരിഹരിക്കാനായിട്ട് ഒരു പ്രൊഫഷണൽ കൗൺസിലറുടെ സഹായം തേടണം. അവരുടെ എഡ്യൂക്കേഷണൽ ബാക്ക്ഗ്രൗണ്ട്, അവരുടെ എക്സ്പീരിയൻസ് എല്ലാം നോക്കിയതിന് ശേഷം മാത്രമേ നമ്മൾ ഒരു കൗൺസിലറെ അപ്രോച്ച് ചെയ്ത് നമ്മുടെ പ്രശ്നങ്ങളെക്കുറിച്ച് പഠിക്കുകയും അതനുസരിച്ചുള്ള സൊല്യൂഷൻ നമുക്ക് നേടിയെടുക്കാനും സാധിക്കുകയുള്ളൂ. അത് എല്ലാവരുടെ മനസ്സിലുണ്ടായിരിക്കണം. ഈ കാര്യം ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനായിട്ടാണ് വന്നേക്കുന്നത്. കാരണം കുറേ അധികം വർഷങ്ങളായിട്ട് ഞാൻ ഈ മേഖലയിൽ പ്രവർത്തിക്കുന്നതാണ്. അതോടൊപ്പം തന്നെ ഒരു മെൻ്റൽ ഹെൽത്ത് പ്രൊഫഷണലാണ്, മെൻ്റൽ ഹെൽത്ത് ആൻഡ് സൈക്കോളജിക്കൽ വെൽബീയിങ് പ്രൊഫഷണലാണ്. കൗൺസിലിംഗ് സൈക്കോളജിയിൽ എനിക്ക് MPhil ഉണ്ട്, PhD ഉണ്ട്. അതോടൊപ്പം തന്നെ പല മേഖലയിലും ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട്. സോഷ്യൽ വർക്കറായിട്ടും കൗൺസിലറായിട്ടും അഡിക്ഷൻ കൗൺസിലറായിട്ടും ഫാമിലി കൗൺസിലറായിട്ടും അല്ലെങ്കിൽ ക്ലിനിക്കൽ കൗൺസിലറായിട്ടും സ്റ്റുഡൻറ്റ് എഡ്യൂക്കേഷൻ കൗൺസിലറായിട്ടും ഒക്കെ വർക്ക് ചെയ്ത എക്സ്പീരിയൻസ് വെച്ചിട്ടാണ് ഞാൻ പറയുന്നത്. നമുക്ക് കുട്ടികൾക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ നമ്മൾ ഒരിക്കലും അവരെ ഒരു വ്യക്തിയുടെ വീട്ടിലോ അല്ലെങ്കിൽ ഒരു വ്യക്തിയായിട്ട് കൂടുതൽ സാധാരണ അറിവില്ലാത്ത പ്രൊഫഷണൽ അല്ലാത്ത വ്യക്തിയുമായിട്ട്
നമ്മളവരെ സമ്പർക്കത്തിൽ ഇടപെടാൻ അനുവദിക്കാൻ പാടില്ല. അതോടൊപ്പം തന്നെ ഏത് രീതിയിലുള്ള ഒരു പ്രശ്നപരിഹാരമാണെങ്കിലും അതിന് പ്രത്യേക കൗൺസിലിംഗ് സെൻറ്റേഴ്സ് ഉണ്ടായിരിക്കും. ഗവൺമെൻറ് അപ്രൂവ്ഡ് കൗൺസിലിംഗ് സെൻറ്റേഴ്സോ അല്ലെങ്കിൽ ഹോസ്പിറ്റൽസോ ഉണ്ടായിരിക്കും. അല്ലെങ്കിൽ ഹോസ്പിറ്റലിനോടനുബന്ധിച്ചിട്ടുള്ള കൗൺസിലിംഗ് മേഖലകൾ അവിടെ പ്രൊഫഷണലുകളായിരിക്കും പ്രവർത്തിക്കുന്നത്. അപ്പോൾ അവരുടെ അടുത്തേക്ക് മാത്രമേ പോകാവുള്ളൂ. ഒരു ദീർഘകാല ചികിത്സ ആവശ്യമായി വരുന്ന സാഹചര്യത്തിൽ, അതായത് ഒരു ഡി അഡിക്ഷനോ അല്ലെങ്കിൽ ഡ്രഗ് റിലേറ്റഡ് അഡിക്ഷൻ തെറാപ്പിയൊക്കെ വേണ്ടുന്ന സാഹചര്യത്തിൽ അതിന് പ്രത്യേകം ഡി അഡിക്ഷൻ സെൻറ്റേഴ്സ് ഉണ്ടായിരിക്കും. അവിടെ മാത്രമേ നമ്മൾ കുട്ടികളെയോ അല്ലെങ്കിൽ മുതിർന്നവരെ ആണെങ്കിലും നമ്മൾ പ്രവേശിപ്പിച്ച് അവർക്ക് ആവശ്യമായ ചികിത്സ നൽകാവുള്ളൂ. അതോടൊപ്പം തന്നെ അവർക്ക് അവരുടെ ഫാമിലിയെ കൂടെ അവിടെ താമസിപ്പിക്കാനുള്ള സാഹചര്യം ഉണ്ടായിരിക്കും ഹോസ്പിറ്റൽ സെറ്റിങ്സ് ആണെങ്കിൽ. അതോടൊപ്പം തന്നെ അവർക്ക് ഫാമിലി കൗൺസിലിങ്ങും ഇൻഡിവിജ്വൽ കൗൺസിലിങ്ങും ഗ്രൂപ്പ് കൗൺസിലിങ്ങും അല്ലെങ്കിൽ ഡി അഡിക്ഷൻ റിലേറ്റഡ് ആയിട്ടുള്ള കൗൺസിലിങ്ങും ഒക്കെ കൊടുക്കുന്നതാണ്. ഇൻ കേസ് ഇഫ് ദേ വാണ്ടഡ് ടു ഗെറ്റ് സം സോർട്ട് ഓഫ് മെഡിക്കൽ ട്രീറ്റ്മെൻറ്റ്, അങ്ങനെയാണെങ്കിൽ അവർ ഡോക്ടേഴ്സിൻ്റെ അടുത്തേക്ക് റെഫർ ചെയ്യുന്നതായിരിക്കും. സൈക്കോളജിസ്റ്റിൻ്റെ അടുത്തോ ഡോക്ടേഴ്സിൻ്റെ അടുത്തോ സൈക്യാട്രിസ്റ്റിൻ്റെ അടുത്തോ റെഫർ ചെയ്ത് ചെറിയ രീതിയിലുള്ള മാനസിക പ്രശ്നങ്ങളുണ്ട് അതിനാവശ്യമായ ട്രീറ്റ്മെൻറ്റും കൊടുക്കുന്നതായിരിക്കും. അത് മാക്സിമം കോൺഫിഡൻഷ്യാലിറ്റി മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടായിരിക്കും എപ്പോഴും ഈ ഒരു ട്രീറ്റ്മെൻറ്റ് നടക്കുന്നത്. അവിടെ എന്ന് പറഞ്ഞാൽ ഒറ്റയ്ക്ക് ഒരു വ്യക്തിയെ പാർപ്പിക്കുകയല്ല, അവിടെ ഒരുപാട് പേഷ്യൻസ് ഉണ്ടായിരിക്കും. അതോടൊപ്പം തന്നെ അവിടെ നേഴ്സസ് അല്ലെങ്കിൽ സൈക്കോളജിസ്റ്റ്, സോഷ്യൽ വർക്കേഴ്സ് അവരുടെയൊക്കെ ഒരു മോണിറ്ററിങ്ങോട് കൂടിയായിരിക്കും ഇങ്ങനെയുള്ള പ്രശ്നപരിഹാരം നടത്തുന്നത്. അത് ചെറിയ അതായത് ഇൻ പേഷ്യൻ്റായിട്ട് വന്നാലും ഔട്ട് പേഷ്യൻ്റായിട്ട് വന്നാലും ആ ഒരു രീതിയിലായിരിക്കും നടത്തുന്നത്. അപ്പോൾ അവിടെ യാതൊരു രീതിയിലുള്ള അബ്യൂസും ഉണ്ടാകാനായിട്ടുള്ള സാധ്യതയില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എപ്പോഴും നല്ലൊരു സെറ്റിംഗ് നോക്കിയെടുത്ത് നമ്മുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാനായിട്ട് തീർച്ചയായും നമ്മൾ ശ്രമിക്കേണ്ടിയിരിക്കുന്നു. അത് പേരൻസിൻ്റെ ശ്രദ്ധയിൽ ഇത് തീർച്ചയായും ഉൾപ്പെടുത്തണം. അല്ലെങ്കിൽ ജനറൽ പബ്ലിക്കായാലും ഏതൊരു രീതിയിലും നമ്മൾ നമ്മുടെ പ്രശ്നങ്ങളിൽ പോയി മറ്റുള്ളവരുടെ മുന്നിൽ എല്ലാവരും കേൾക്കാൻ നമ്മൾ പറയാറില്ല. അതിന് അതിൻ്റേതായ ഒരു കോൺഫിഡൻഷ്യാലിറ്റി മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് വളരെ സ്വകാര്യമായ രീതിയിൽ ആ പ്രശ്നങ്ങൾ എങ്ങനെയാണ് പരിഹരിക്കേണ്ടതെന്ന് ഒരു പ്രൊഫഷണൽ കൗൺസിലേഴ്സ് മാത്രമേ അത് സാധിക്കത്തുള്ളൂ. അപ്പം അതനുസരിച്ച് പ്രവർത്തിക്കാനായിട്ടുള്ള സാഹചര്യവും അവർ ഒരുക്കും. അതുകൊണ്ട് തീർച്ചയായും നിങ്ങളെല്ലാവരും ഇനി ഏത് രീതിയിലുള്ള കൗൺസിലിങ്ങിന് പോയാലും അത് അതിൻ്റേതായ പ്രൊഫഷണൽ സെറ്റിങ്ങിൽ മാത്രമേ പോകാവുള്ളൂ. അതോടൊപ്പം തന്നെ ശരിയായ ഒരു സൊല്യൂഷൻ നിങ്ങൾക്ക് ലഭിക്കുകയും ചെയ്യാനായിട്ട് ഈ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. ഇതോടൊപ്പം തന്നെ ഒരു കാര്യം കൂടെ ഞാൻ പറഞ്ഞോട്ടെ. നമുക്കറിയാം ഇപ്പം ഗവൺമെൻറ് സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ആണെങ്കിലും പോളിസി മേക്കിങ്ങിലൊക്കെ ഞാൻ ഇൻവോൾവ് ആയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് വിമൻ ആൻഡ് ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി നേരത്തെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോൾ അത് സെപ്പറേറ്റ് ആയിട്ട് വിമനിന് പ്രത്യേകവും ചിൽഡ്രന് പ്രത്യേകമായിട്ടുണ്ട്. അപ്പം ഏതെങ്കിലും രീതിയിലുള്ള പ്രശ്നങ്ങൾ വന്നാൽ അതിൻ്റേതായ പ്രത്യേക സെല്ല് നമ്മൾ രൂപീകരിച്ചിട്ടുണ്ട്. ഓരോ മുനിസിപ്പാലിറ്റിയിൽ അല്ലെങ്കിൽ ഓരോ ഡിസ്ട്രിക്റ്റിലും രൂപീകരിച്ചിട്ടുണ്ട്. ആ ഒരു സെല്ലിൽ ബന്ധപ്പെട്ട് അതിൻ്റെ ഫോൺ നമ്പറൊക്കെ അവൈലബിൾ ആയിരിക്കും. ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്ത് നോക്കിയാൽ കിട്ടും. അപ്പോൾ അവരുമായിട്ട് ബന്ധപ്പെട്ടാണ് നമ്മൾ ഇങ്ങനെയുള്ള ഒരു കാര്യത്തിലേക്ക് എത്തിച്ചേരേണ്ടത്. ഇനിയും അതുമല്ലാതെ നമ്മളിപ്പം സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ഫിനാൻഷ്യൽ പോളിസി അനുസരിച്ച് ഓരോ ഏരിയയിലും ഇത്ര ഫണ്ടുകൾ നമ്മൾ അലോക്കേറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും. അതായത് ഹെൽത്തിന് ഇത്ര കോടി രൂപ, അതുപോലെ തന്നെ വിമൻ ഡെവലപ്മെൻറ്റ് പ്രോഗ്രാമിന് ഇത്ര കോടി രൂപ, ചിൽഡ്രൻ ഡെവലപ്മെൻറ്റ് പ്രോഗ്രാംസിന് ഇത്ര കോടി രൂപ ഒക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ ഈ പൈസ നമ്മൾ സെൻട്രൽ ഗവൺമെൻറ്റിൽ നിന്ന് സ്റ്റേറ്റ് ഗവൺമെൻറ്റിൽ വരും. സ്റ്റേറ്റ് ഗവൺമെൻറ്റിൽ നിന്ന് അത് ഡിസ്ട്രിക്ട് കളക്ടേഴ്സ് ആ രീതിയിലേക്ക് പോകും. അതിനുശേഷം ഓരോ മുനിസിപ്പാലിറ്റി അല്ലെങ്കിൽ പഞ്ചായത്തിലേക്ക് ഇത് ഡിവൈഡ് ചെയ്ത് പോവുകയാണ്. അപ്പം ഓരോ പഞ്ചായത്തിന് അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റിക്ക് അതിൻ്റേതായ ഒരു പ്രോജക്റ്റ് ചിൽഡ്രൻ ഡെവലപ്മെൻറ്റ് അല്ലെങ്കിൽ വിമൻസ് ഡെവലപ്മെൻറ്റ് അല്ലെങ്കിൽ ഫാമിലി കൗൺസിലിങ് അങ്ങനെയൊക്കെ ഉള്ള ഓരോ പ്രോജക്ട്സുകൾ പ്രത്യേകമായിട്ട് എഴുതി അത് സാങ്ഷൻ ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ അതിലൂടെ നമുക്ക് പ്രത്യേകം കൗൺസിലേഴ്സിനെ ഒക്കെ അപ്പോയിൻറ്റ് ചെയ്യാം. ക്വാളിഫൈഡ് ആയിട്ടുള്ള കൗൺസിലേഴ്സിനെ അപ്പോയിൻറ്റ് ചെയ്ത് ഓരോ പഞ്ചായത്തിലും അല്ലെങ്കിൽ ഓരോ മുനിസിപ്പാലിറ്റിയും ഇവരുടെ സേവനം ലഭ്യമാക്കാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഫാമിലിയിലുള്ള ഇഷ്യൂസ് സോൾവ് ചെയ്യാം, ചിൽഡ്രൻസ് റിലേറ്റഡ് ഇഷ്യൂസ് സോൾവ് ചെയ്യാം,
ഇപ്പോൾ സ്കൂളുകളിലാണ് സ്കൂൾ കൗൺസിലേഴ്സ് ഉണ്ടെന്ന് മാൻഡേറ്ററി ആയിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് മറ്റ് ചില പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഡി അഡിക്ഷൻ, ആൽക്കഹോൾ റിലേറ്റഡ് അല്ലെങ്കിൽ ഡ്രഗ് റിലേറ്റഡ് ഇഷ്യൂസ് ഉണ്ടെങ്കിൽ അതിനുള്ള ക്വാളിഫൈഡ് ആയിട്ടുള്ള കൗൺസിലർ പഞ്ചായത്ത് ലെവലിലോ മുനിസിപ്പാലിറ്റി ലെവലിലോ ഒക്കെ നമുക്ക് അപ്പോയിൻറ്റ് ചെയ്യാം. ഇങ്ങനെയുള്ള പ്രോജക്റ്റുകൾ വഴി അവർക്ക് അതിനുള്ള പൈസ അല്ലെങ്കിൽ സാലറി കൊടുക്കാവുന്നതാണ് ഈ ഒരു പ്രോജക്റ്റ് ഫണ്ടിലൂടെ തന്നെ. അപ്പോൾ അതനുസരിച്ച് നമ്മൾ എത്രയും പെട്ടെന്ന് തന്നെ ഈ ഒരു പഞ്ചായത്ത് മേഖലയിലോ അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റി മേഖലയിലോ പ്രൊഫഷണലായിട്ടുള്ള കൗൺസിലേഴ്സിൻ്റെ സേവനം ലഭ്യമാക്കാനായിട്ട് ഉതകുന്ന പ്രോജക്റ്റുകൾ എഴുതി സബ്മിറ്റ് ചെയ്ത് അത് സാങ്ഷൻ ആക്കാനായിട്ടാണ് ഞാൻ സജസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ശരിയായ രീതിയിലുള്ള അറിവും ശരിയായ രീതിയിലുള്ള പ്രശ്ന പരിഹാരങ്ങളും നമ്മുടെ പഞ്ചായത്തിനുള്ളിലോ അല്ലെങ്കിൽ നമ്മുടെ മുനിസിപ്പാലിറ്റിക്കുള്ളിലോ അത് സാധിച്ചെടുക്കാവുന്നതാണ്. അതുപോലെ തന്നെ സാധാരണപ്പെട്ട ഫാമിലി ഇഷ്യൂസ് അല്ലെങ്കിൽ മാരിറ്റൽ ഇഷ്യൂസ്, ഡി അഡിക്ഷൻ റിലേറ്റഡ് ആസ്പെക്ട്സ്, അതുപോലെ ചിൽഡ്രൻസ് റിലേറ്റഡ് ഇഷ്യൂസ് എല്ലാം നമുക്ക് ആ പ്രത്യേക പരിധിക്കുള്ളിൽ തന്നെ പെട്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്ത്, അതായത് ഹൗസ് വിസിറ്റുകളിലൂടെയും ഒക്കെ കൗൺസിലേഴ്സിൻ്റെ ഹൗസ് വിസിറ്റുകളിലൂടെയും ഒക്കെ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്ത് നമുക്കത് സൊല്യൂഷൻ ശരിയായ രീതിയിൽ പ്രൊഫഷണൽ കൗൺസിലറുടെ സഹായത്തോടെ നൽകാവുന്നതാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു പ്രോജക്റ്റിലേക്ക് എത്തിച്ചേരാനായിട്ട് പലരും ശ്രദ്ധിക്കേണ്ടതാണ്, പല പഞ്ചായത്തുകളും ശ്രദ്ധിക്കേണ്ടതാണ്. നമുക്കറിയാം, നമ്മൾ പല ഇത് അനാലിസിസ് ചെയ്യുമ്പോഴത്തേക്കും ഒരുപാട് രൂപ നമ്മൾ ഇപ്പം ഹെൽത്തിനായിട്ട് അലോട്ട് ചെയ്ത് അല്ലെങ്കിൽ മറ്റ് രീതിയിൽ അലോട്ട് ചെയ്തതൊക്കെ അതിന് ഉപയോഗിക്കാതെ അത് ചിലപ്പോൾ വേറെ രീതിയിലേക്ക് വഴിമാറ്റി ഫണ്ട് ഉപയോഗിക്കാറുണ്ട്, അല്ലെങ്കിൽ ചിലപ്പോൾ അത് ഉപയോഗിക്കാതിരിപ്പുണ്ട്. ശരിയായ രീതിയിലുള്ള ഫണ്ട് നമ്മൾ എപ്പോഴും ഉപയോഗിക്കുക, അതാത് ഹെഡിൽ തന്നെ ഉപയോഗിക്കുക. അപ്പോൾ അതിനനുസൃതമായ ഒരു യോജിക്കുന്ന രീതിയിലുള്ള പ്രോജക്റ്റുകൾ എഴുതി അത് സാങ്ഷനാക്കി അതിൻ്റെ ആവശ്യകത അനുസരിച്ച് അത് ഇംപ്ലിമെൻറ്റ് ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ്. അപ്പോൾ അതിനുള്ളിൽ ഉൾപ്പെടുന്ന ഒരു മേഖലയാണ് കൗൺസിലിംഗ്. അപ്പം ഓരോ പഞ്ചായത്തിലും ഒരു മെയിൽ കൗൺസിലർ ഒരു ഫീമെയിൽ കൗൺസിലർ ആ രീതിയിൽ അപ്പോയിൻറ്റ് ചെയ്ത് നമുക്ക് ഇങ്ങനെയുള്ള സേവനങ്ങൾ നമുക്ക് ലഭ്യമാക്കാവുന്നതാണ്. അപ്പം നമ്മുടെ ഇടയിലുള്ള പ്രശ്നപരിഹാരങ്ങൾക്ക് ഒരു പരിധി വരെ ഇത് കുറയ്ക്കാനായിട്ട്, പ്രശ്നപരിഹാരങ്ങൾ ഒരു പരിധി വരെ ലഭ്യമാക്കാനായിട്ട് സാധിക്കുകയും അതുപോലെ തന്നെ മാക്സിമം അബ്യൂസുകൾ പല രീതിയിൽ പല ക്വാളിഫൈഡ് അല്ലാത്ത വ്യക്തികളിൽ നിന്നുള്ള നമുക്ക് ഇല്ലാതാക്കാനായിട്ടും സാധിക്കുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ എല്ലാം റിപ്പോർട്ടുകളും റെക്കോർഡുകളും ഒക്കെ നമുക്ക് സൂക്ഷിക്കാവുന്നതാണ്, അത് അവരുടെ കോൺഫിഡൻഷ്യാലിറ്റി മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട്. കാരണം പ്രൊഫഷണൽ കൗൺസിലേഴ്സ് ആണെങ്കിൽ അവർക്ക് അതിനുള്ള ക്വാളിഫിക്കേഷനും അതുപോലെ തന്നെ അവർക്കറിയാം അതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന്. അപ്പം എല്ലാവരുടെയും ഒരു ഉപയോഗത്തിനായിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അത് തീർച്ചയായും നിങ്ങൾ ഇതെല്ലാവരിലേക്കും ഷെയർ ചെയ്യണം. ഇതാണ് ശരിയായ രീതിയിലുള്ള ഒരു കൗൺസിലിംഗ് സംവിധാനം നമ്മൾ നടത്തേണ്ടത്. അത് ജനങ്ങൾക്ക് ശരിയായൊരു ഗ്രാഹ്യമില്ലാത്തതുകൊണ്ടാണ് പല പ്രശ്നങ്ങളിലേക്കും എത്തിപ്പെടുന്നത്. അപ്പോൾ ആ ഒരു പ്രശ്നങ്ങളിൽ നമ്മൾ ഇനിമേലിൽ എത്തിപ്പെടാതിരിക്കാനും, ഇൻ കേസ് അങ്ങനെയുള്ള പ്രശ്നങ്ങൾ നമ്മൾക്ക് മാനസികമായും അല്ലെങ്കിൽ മറ്റേതെങ്കിലും രീതിയിൽ നമുക്കുണ്ടെങ്കിൽ നമ്മൾ ഒരു പ്രൊഫഷണൽ കൗൺസിലറെ അതെവിടെയാണോ കിട്ടുന്നത് അവിടെ ചെന്ന് നമ്മൾ കണ്ടെത്തി അവർക്ക് ശരിയായ ട്രീറ്റ്മെൻറ്റ് എടുക്കാനായിട്ട് ശ്രദ്ധിക്കണമെന്ന് ഞാൻ ഇതോടൊപ്പം പറയുകയാണ്. അപ്പം തീർച്ചയായും നിങ്ങളുടെ എല്ലാം മറ്റുള്ളവരുടെ അറിവിലേക്ക് ഈ ഒരു വീഡിയോ നിങ്ങൾ തീർച്ചയായും ഷെയർ ചെയ്യണം. കാരണം കുറച്ചെങ്കിലും നമുക്ക് എന്താണ് കൗൺസിലിംഗ് എന്നും അതെങ്ങനെയാണ് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നതെന്നും അതെങ്ങനെയാണ് ഒരു പ്രശ്നപരിഹാരത്തിന് ഉതകുന്ന രീതിയിലേക്ക് എത്തിക്കുന്നതെന്നും നമുക്ക് അറിഞ്ഞാൽ മാത്രമേ തീർച്ചയായും നമ്മൾ ആ ഒരു അപ്രോച്ച് എടുത്ത് അതിൻ്റെ വേണ്ട രീതിയിലുള്ള പ്രശ്നപരിഹാരങ്ങൾ നടക്കുകയുള്ളൂ. നമുക്കറിയാം, ഇപ്പം 10th സ്റ്റാൻഡേർഡിൽ പാസ് ഔട്ട് ആകുന്നതോ പരീക്ഷയ്ക്ക് മുമ്പോ ഒക്കെ പല രീതിയിലുള്ള കൗൺസിലിംഗ് കൊടുക്കാറുണ്ട് ഗവൺമെൻറ്റിൻ്റെ സഹകരണത്തോടുകൂടി. ഞാനതൊക്കെ പണ്ട് വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ ചെയ്തതാണ്. അപ്പം പല രീതിയിലുള്ള കൗൺസിലിംഗ് സ്കൂളുകളിലൂടെയും അതോടൊപ്പം തന്നെ പഞ്ചായത്തുകളിലൂടെയും അല്ലെങ്കിൽ ഹോസ്പിറ്റൽ ബേസ്ഡ് ആയിട്ടോ അല്ലെങ്കിൽ കൗൺസിലിങ്ങിൻ്റെ പ്രത്യേക സെൻറ്റേഴ്സ് വഴി ഇപ്പോൾ NGOs ഒക്കെ അത് ചെയ്യുന്നുണ്ട്. അവിടെയും പ്രൊഫഷണൽ കൗൺസിലേഴ്സ് തന്നെ ആയിരിക്കും ഇങ്ങനെയുള്ള കൗൺസിലിംഗ് സംവിധാനം പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യങ്ങളിലേക്ക് നമ്മൾ പോയി അതിൻ്റെ ശരിയായ രീതിയിലുള്ളൊരു കൗൺസിലിംഗ് കിട്ടാനായിട്ട് ശ്രദ്ധിക്കാനായിട്ട് ശ്രമിക്കുക എല്ലാവരും. അതോടൊപ്പം ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ, നമ്മുടെ ഇന്ത്യയിലല്ലാതെ വേറെ ഏത് ഫോറിൻ കൺട്രീസിൽ നോക്കിയാലും ലൈസൻസ്ഡ് കൗൺസിലേഴ്സോ ലൈസൻസ്ഡ് തെറാപ്പിസ്റ്റോ അല്ലാതെ ആർക്കും തന്നെ കൗൺസിലിംഗ് ചെയ്യാനായിട്ടുള്ള യോഗ്യതയില്ല, അവർ അംഗീകരിക്കത്തില്ല, അത് കേസാണ്.
അപ്പം ഇന്ത്യയിലാണെങ്കിൽ പുതിയ ഒരു നിയമം അനുസരിച്ച് ക്വാളിഫൈഡ് ആയിട്ടുള്ള കൗൺസിലേഴ്സ് അല്ലെങ്കിൽ പ്രൊഫഷണൽസ് അവർ ലീഗലി അത് രജിസ്റ്റർ ചെയ്തിട്ട് ഡോക്ടേഴ്സിൻ്റെയൊക്കെ രജിസ്ട്രേഷൻ പ്രോസസ്സ് പോലെ തന്നെ ചെയ്തിട്ട് അവർക്ക് സ്വന്തമായ ക്ലിനിക്കുകൾ കൗൺസിലിങ്ങിനായിട്ട് തുടങ്ങാവുന്നതാണ്. അതോടൊപ്പം തന്നെ അങ്ങനെയുള്ള വ്യക്തികൾക്ക് മാത്രമേ ഇനിമേലിൽ കൗൺസിലിംഗ് ചെയ്യാനായിട്ടുള്ള അധികാരവും ഉണ്ടാവുകയുള്ളൂ. അല്ലെങ്കിൽ ഇനി ഭാവിയിൽ അത് കേസായിട്ട് മാറാനായിട്ടുള്ള സാധ്യതയുണ്ട്, പ്രൊഫഷണൽ അല്ലാത്ത ഒരു വ്യക്തി ഇങ്ങനെയുള്ള കൗൺസിലിംഗ് നടത്തുന്നത്. അപ്പം ഇനി ആരെങ്കിലും ഇങ്ങനെയുള്ള ബെയർഫൂട്ട് കൗൺസിലിങ്ങോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും രീതിയിൽ കൗൺസിലിംഗ് നടത്തുമോ അതിന് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ തീർച്ചയായും ഗവൺമെൻറ് അതനുസരിച്ചുള്ള നടപടികൾ ഭാവിയിൽ സ്വീകരിക്കുന്നതായിരിക്കും. അങ്ങനെയാണ് ഇപ്പോൾ അറിയുന്നത്. അപ്പം കുറച്ചുകൂടെ ജാഗ്രത പാലിക്കുക എല്ലാവരും. വെറുതെ നമ്മളായിട്ട് ഒരു പ്രശ്നത്തിലേക്കും ഇടപെടാനോ അല്ലെങ്കിൽ ഇൻവോൾവ് ആവാനോ പാടില്ല. അതൊരു കാര്യം. പിന്നെയും മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മളെപ്പോഴും നമ്മുടെ മാനസികാരോഗ്യം തീർച്ചയായും സംരക്ഷിക്കേണ്ടത് വളരെ അത്യാവശ്യമുണ്ട്. നമ്മുടെ മനസ്സാണ് എല്ലാത്തിൻ്റെയും പ്രധാനം. മാനസികാരോഗ്യം ഇല്ലെങ്കിൽ നമുക്ക് ശരീരത്തിനും അതിനനുസരിച്ചുള്ള പ്രശ്നങ്ങളുണ്ടാകും. നമ്മുടെ സോഷ്യൽ സിറ്റുവേഷന് അതിനനുസരിച്ചുള്ള പ്രശ്നങ്ങളുണ്ടാകാനായിട്ടുള്ള സാധ്യതയുണ്ട്. അപ്പം അങ്ങനെയുള്ള എല്ലാ പ്രശ്ന പരിഹാരത്തിനായിട്ടും ശരിയായ രീതിയിലുള്ള കൗൺസിലിംഗ് സംവിധാനം ഉപയോഗപ്പെടുത്താനായിട്ട് ഞാൻ നിങ്ങളോട് റിക്വസ്റ്റ് ചെയ്യുകയാണ്. അതിനുള്ള പ്രൊഫഷണൽസിനെ തീർച്ചയായും കണ്ടെത്തി അതിൻ്റെ ശരിയായ രീതിയിലുള്ള കൗൺസിലിംഗ് നേടിയെടുക്കാനായിട്ട് എല്ലാവരും ശ്രമിക്കുക. അപ്പം ഇന്നത്തേക്ക് ഇത്രയും ഞാൻ പറയുന്നുള്ളൂ. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് മൈ ചാനൽ. വീണ്ടും മറ്റൊരു നല്ല സബ്ജക്റ്റുമായിട്ട് വരാം. എല്ലാവർക്കും ഇത് ഷെയർ ചെയ്യണം. തീർച്ചയായും ഈ ഒരു അവയർനെസ് എല്ലാവർക്കും കൊടുക്കേണ്ടത് നമ്മുടെ സമൂഹത്തിൽ നിന്ന് വളരെ അത്യാവശ്യമാണ്. അപ്പോൾ താങ്ക് യു. ബൈ.